പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാനങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറയും. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന പാലിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ സ്തുതിഗീതികൾ ആലപിച്ച് ഞാനങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറയും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അങ്ങയുടെ തിരുഹിതം നിറവേറ്റിയ പരിശുദ്ധ കന്യാമറിയം ആത്മാവിനാൽ പൂരിതയായിക്കൊണ്ട് തൻ്റെ ഇളയമ്മയെ സന്ദർശിക്കുകയും, ഇളയമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എങ്ങനെ എന്നെ സന്ദർശിക്കുവാനിടയായി എന്ന് അവൾ ഉദ്ഘോഷിക്കുകയും ചെയ്യും. ഇവളിനി എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളല്ല, കർത്താവിൻ്റെ അമ്മ തന്നെയാണെന്ന് പരിശുദ്ധാത്മാവാണ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. പരിശുദ്ധ അമ്മയെ തിരിച്ചറിയുവാൻ ആത്മാവിൻ്റെ നിറവാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നതെന്ന സത്യം നമ്മളെ തിരിച്ചറിയും. അമ്മയെ തിരിച്ചറിയാതെ നമുക്ക് പുത്രനെ തിരിച്ചറിയുവാൻ സാധ്യമല്ല. അമ്മയിലൂടെ ആണ് പുത്രൻ്റെ മഹത്വം നമ്മൾ അറിയുക. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നാണ് കർത്താവ് പറയുക. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം ഒരു ഭവനത്തെ മുഴുവനും സന്തോഷപൂരിതമാക്കുന്നു. വന്ധ്യയായിരുന്ന അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതലുള്ള ശുശ്രൂഷ, ആ കുഞ്ഞിൻ്റെ ജനനം വരെ ശുശ്രൂഷയായി തുടർന്ന ഒരു കുഞ്ഞിനെ ജനിക്കുന്ന വൃദ്ധയായ ദമ്പതികൾക്കുള്ള സന്തോഷം, മൂകനായിത്തീരുന്ന സക്രിയാസിന് സംസാരിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്ന സന്തോഷം, പരിശുദ്ധ കന്യാമറിയം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകേണ്ടതായ സന്തോഷം ഇതൊക്കെയാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞവരായി നമ്മൾ ഓരോരുത്തരും മാറും. ശുശ്രൂഷയിൽ വൈമനസ്യമുണ്ടാകാതെ ദൈവകൃപയാൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വന്തമാണ് നാം ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അങ്ങനെ ദൈവ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സ്വന്തമായി കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നൽകട്ടെ. ഈ രാത്രിയിൽ നിങ്ങൾക്ക് സുഖമായി നിദ്ര ലഭിക്കട്ടെ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മരണത്തെ അപകടങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളണേ. എല്ലാ ആപത്തുകളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിപാലനയെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കാതിരിക്കുവാൻ കൃപ നൽകണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.